ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോൾ കളിക്കാരുടെ പേര് പറയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ഉള്ളത് മെസ്സിയും റൊണാൾഡോയും. അവരെക്കാൾ വലിയ കളിക്കാരില്ല എന്നാണ് നടപ്പ്. അവർക്കും കോച്ചുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് കറക്റ്റാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു കളിക്കാരൻ്റെ റോളല്ല കോച്ചിൻ്റെ റോൾ, കളിക്കാരൻ്റെ വികാരമല്ല കോച്ചിൻ്റെ വികാരം. അതുകൊണ്ട് ഏത് മികച്ച കളിക്കാരനും ഒരു കോച്ചുണ്ടാവണം. സമ്മതിച്ചു. അപ്പോൾ ഒരു ഓൺട്രപ്രണർക്ക് ഒരു കോച്ചുണ്ടാവണം. എൻ്റെ റോൾ കോച്ചിൻ്റെ റോളാണ്. ഇനി എനിക്ക് 2 സ്ഥാപനമുണ്ട്. ഈ 2 സ്ഥാപനവും വളരെ പ്രോഫിറ്റബിളായി വളരെ നന്നായി പോകുന്നു. ഒരു സ്ഥാപനത്തിൽ 18ഓളം ആളുകൾ, വേറൊരു സ്ഥാപനത്തിൽ 15ഓളം ആളുകൾ, 30 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കള്ള് കുടിക്കരുതെന്ന് ഞാൻ ലോകത്ത് വിളിച്ചു പറയും. ബാർ ഓണർ അസോസിയേഷണൽ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കള്ള് കുടിക്കുന്നത് പാപമാണ് ഞാൻ പറയും എങ്കിൽ മാത്രം എന്നെ വിളിച്ച അതിന്റെ വാല്യൂ സിസ്റ്റമാണ്. അത് കാരണം ഞാൻ കള്ളുകുടിക്കാറില്ല. ഞാനും കള്ളുകുടിക്കാറില്ല. സാമ്പത്തിക അച്ചടക്കം വേണമെന്ന് പറയും. ഞാൻ വളരെ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരാളാണ്. കാരണം ഞാൻ വന്നത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്. അച്ഛൻ തമിഴ്നാട്ടിലൊരു ചായക്കടയുണ്ടായിരുന്നു. ആ സാഹചര്യം ഞാൻ തമിഴ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ട് 1 കൊല്ലം ഞാൻ ജോലി ചെയ്തു. പിന്നീട് മകരജസ് കോളേജിലാണ് ഡിഗ്രി കഴിഞ്ഞത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിലും കൊറിയർ ഏജൻസിയിലും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിനെ ഞാൻ കെട്ടിപ്പടുത്തത് കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും അതേപോലെ തന്നെ സമയത്തിലെ അച്ചടക്കവും. ഇത് സമയത്തിലെ അച്ചടക്കം എന്ന് പറയാൻ കാരണം സമയമാണ് എഫേർട്ട് അല്ലേ? എത്ര മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണല്ലോ നമ്മുടെ റിസൾട്ട്. അപ്പൊ ഈ അച്ചടക്കങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ എവിടെയെങ്കിലും എത്തിച്ചത്. ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 അച്ചടക്കം: ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് സമയത്തിന്റെ അച്ചടക്കം.